ആ ഓ അല്ല, ഇത് എന്തിനാ നിർത്തിവെക്കേണ്ട കാര്യം? അത് നടക്കില്ലേ, നടന്നുകൊണ്ടിരിക്കുകയല്ലേ ആ പ്രക്രിയ മുന്നോട്ടേക്ക് പോകുമ്പോൾ തന്നെ ആവശ്യമായ ചർച്ച എവിടെയൊക്കെ ആരൊക്കെ വേണോ അവരൊക്കെ ചർച്ച നടത്തിയിട്ട് പോകും. ആരോടും ചർച്ച നടത്തുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. പദ്ധതിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല ഗവൺമെൻറ് തീരുമാനിച്ചത്. അല്ല, അതിപ്പോൾ എല്ലാവരും കൂടി ചേർത്തില്ലേ തീരുമാനിക്കുള്ളൂ. തീരുമാനം വരുന്നത് എല്ലാവരും LDF എന്ന രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ച് പോവുക. തീരുമാനിച്ച് പോകുന്നതിന് എവിടെയെങ്കിലും തടസ്സമോ പ്രശ്നമോ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനത്തിലേക്ക് പോകും. റവന്യൂ വകുപ്പ് അവിടെ അനുമതി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് കാര്യം. പിന്നെ എല്ലാം കൂടി ചേർത്ത് ഒപ്പറച്ച് പറയണ്ട. ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചില സ്ഥലം അത്രയേ ഉള്ളൂ. അത് വന്നാൽ തന്നെ 4 ഏക്കറിലധികം വരില്ല. അത് സംബന്ധിച്ച് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാമല്ലോ LDF ഗവൺമെൻറ്റിന്. കാണുന്നില്ല, ഞാൻ കാണുന്നില്ല. ഇതിനത് കാണേണ്ട കാര്യം. CPI റവന്യൂ അവിടെ ഉദ്യോഗസ്ഥന്മാരെടുത്തൊരു നിലപാട് CPIയുടെ എതിർപ്പായിട്ട് കാണേണ്ട കാര്യം എന്താ ഉള്ളത്? അതൊന്നുമില്ല. ഏത് തർക്കം ഇതെല്ലാം മുന്നണിയല്ലേ വരണം. തർക്കം വരുമ്പോൾ ആ തർക്കം പരിഹരിച്ച് മുന്നണി മുന്നോട്ടേക്ക് പോകും. എവിടെ? അല്ല, LDF ചർച്ച ചെയ്യേണ്ടതല്ല. LDF ചർച്ച ചെയ്യും. എന്തൊക്കെ ചർച്ച ചെയ്യണമെന്നുള്ളത് LDFന്റെ യോഗം ചേരുമ്പോഴല്ലേ തീരുമാനിക്കുള്ളൂ. അത് ചർച്ച ചെയ്യും. ഇപ്പോഴവിടെ പിന്നോട്ടേക്ക് പോയിട്ടുണ്ടോ? അല്ല, ഇപ്പോഴും പിന്നോട്ടല്ലോ. അല്ലല്ല, ഈ മുന്നോട്ട് നിങ്ങൾക്ക് ഓരോ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ചെലവിൽ വേണ്ടത് പിന്നോട്ടേക്ക് പോയി എന്ന് നാളെ വാർത്ത ഉണ്ടാക്കാനല്ലേ? പിന്മാറുന്നെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പിന്മാറുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. കാരണം മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയല്ലേ വേണ്ടു. RJDയും അതുപോലെ തന്നെ ആര് പറയുന്നതുമല്ല പ്രശ്നം. ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. ആ ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകും. തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അവരെല്ലാമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനമെടുക്കും. അതെ, അത് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന കാര്യം നല്ലത്. അല്ല, അവരല്ലേ പറയേണ്ടത്. ഞാൻ അതിൽ ഉത്തരം പറയേണ്ട കാര്യമില്ല. അറിയില്ല, അതൊന്നും എനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. ഗവൺമെൻറ് തീരുമാനമാണ്. ആ ഗവൺമെൻറ് തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് പോകും. അപ്പോൾ സ്പിരിറ്റ് ഉൾപ്പെടെയുള്ള ലോബികൾ അതിനെതിരായിട്ട് ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് വരുമോ എന്നുള്ളത് അന്നേ അറിയേണ്ടതാണ്, അറിഞ്ഞതുമാണ്. ഇനിയും അത് തന്നെയാണ് പറയാനുള്ളത്. സ്പിരിറ്റ് ലോബി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്നുള്ളത് നോക്കിക്കൊള്ളണം. CPI ഞാൻ പറയുന്നില്ല. CPIക്ക് എന്ത് സ്പിരിറ്റ്? കർണാടകത്തിലെ കോൺഗ്രസും BJPയിലും സ്പിരിറ്റ്, അവർക്ക് സ്പിരിറ്റ് ഒന്നുമില്ല. അവർ വെറുതെ സ്പിരിറ്റിൻ്റെ കാര്യമൊന്നും പറയണ്ട. സ്പിരിറ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിന് ആവശ്യമുള്ളത്ര സ്പിരിറ്റ് നമുക്ക് ഇവിടെ ഉണ്ടാക്കണം. ഇനി ഈ ഒരു ബ്രൂവറി ഇതിൻ്റെ ഭാഗമായിട്ട്, ബ്രൂവറി എന്ന് വെറുതെ പേര് പറയുന്നതാണ്. ഇത് പോരെങ്കിൽ വേറെ വന്നോട്ടെ, നമുക്കെന്താ കുഴപ്പം? നമുക്ക് ആവശ്യമുള്ള സ്പിരിറ്റ് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കേരളത്തിന് സാധിക്കണം. കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെ 100 കോടി ഉറുപ്പികയാണ് ചിലവാക്കുന്നത്. ആ ചിലവ് ഒഴിഞ്ഞു കിട്ടുമല്ലോ. മാത്രമല്ല, ഇവിടെ കുറേ ആൾക്ക് തൊഴിലും കിട്ടും, നല്ല സൗകര്യവും വരും. എല്ലാ പ്രാവശ്യവും നിങ്ങൾ ആദ്യം ചോദിച്ചുകൊണ്ടിരുന്നൊരു ചോദ്യം ഇതായിരുന്നില്ല, വെള്ളമായിരുന്നു. ഇപ്പം വെള്ളമെല്ലാം കിട്ടും. വെള്ളത്തിൻ്റെ പ്രശ്നം ആരും ഉന്നയിക്കുന്നില്ല. അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഓരോന്നോരോന്നായി തിരുത്തിക്കൊണ്ടിരിക്കും. ആർക്ക്? അതെ, അവരും നമ്മളും എല്ലാം കൂടി ഒപ്പം മനസ്സിലാക്കും. എന്നാൽ ശരിയായി. നമ്മളും അവരെല്ലാം ഒപ്പം ശരിയായി മനസ്സിലാക്കും.